ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 27 വിതരണം തുടങ്ങും. ഇതിനായി 812 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഈ സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത്. അതേസമയം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട്. 200 രൂപയാണ് ആദ്യം വർദ്ധിപ്പിക്കുക, പിന്നീട് 200 രൂപ കൂടി വർദ്ധിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ധാരണ. ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാന നീക്കങ്ങളും നടക്കുന്നുണ്ട്. പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുകയാണ് ആദ്യം ചെയ്യുക. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. സുപ്രധാന തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. DA വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നതാണ് ഇടതു സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. നിലവിൽ 1600 രൂപയാണ് പെൻഷൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നത് അതും കൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കാനാണ് സർക്കാർ ആലോചന. എന്നാൽ 2 ഘട്ടങ്ങളിലായിരിക്കും ഇത് ചെയ്യുക. 2000 രൂപയിൽ എത്തിക്കുകയാണത്രേ പുതിയ നിലപാട്. ആദ്യം 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കുകയാണ് ചെയ്യുക. പിന്നീട് വീണ്ടും 200 രൂപ കൂടി വർദ്ധിപ്പിക്കും. അങ്ങനെയാകും 2000 രൂപയിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്.